PS-ന്റെ സ്മാരകം ഉയരുന്നതിൽ സന്തോഷമെന്ന് മകൻ അരുൺകുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സ്മാരകം നിർമ്മിക്കുന്നതിൽ കാലതാമസമുണ്ടായി. ഇതിനടുത്ത് TV തോമസ് സ്മാരകം വരുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം ഉണ്ടായിരുന്നുവെന്നും അത് പരിഹരിച്ചുവെന്നും അരുൺകുമാർ പറഞ്ഞു. ഒന്നാം ചരവാർഷികത്തോടനുബന്ധിച്ച് തന്നെ പണി പൂർത്തിയാകുമോ? അതെ, അതിൻ്റെ ധൃതിയായിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്. LS അവർ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ഒരു സ്മാരകത്തിലൂടെ അനാവശ്യമായൊരു വിവാദമുണ്ടായ പോലെ തോന്നുന്നു. അതെ, ഇപ്പോൾ തുടങ്ങുന്ന കാര്യത്തിലുമൊക്കെ തന്നെ ഡിലേ ഉണ്ടായി. നമ്മൾ കുറേ നാളായി PS-മായി ബന്ധപ്പെടുന്ന ആളുകൾ, കുടുംബമൊക്കെ തന്നെ നേരത്തെ തൊട്ട് സ്മൃതി മണ്ഡപം ഉണ്ടാകണമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുകയായിരുന്നു. എന്തായാലും ആരംഭിച്ചു. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും. ഇവിടെ നടന്നൊരു തർക്കമൊക്കെ അറിഞ്ഞിരുന്നു. ഇതിന് തൊട്ട് മുമ്പായിട്ട് TV സ്മാരകം പണിയണമെന്ന് പറഞ്ഞ് CPI ഒക്കെ രംഗത്തുണ്ടായിരുന്ന വിവരമൊക്കെ അറിഞ്ഞിരുന്നു. ലോക്കലായ എന്തൊക്കെ ഇഷ്യൂകളുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ PS-ന്റെ നല്ലൊരു സ്മാരകം ഉണ്ടാകുന്ന കാര്യത്തിൽ പാർട്ടികൾക്ക് ആർക്കും തന്നെ തർക്കം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിർഭാഗ്യവശാൽ ലോക്കൽ എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ പാർട്ടികൾ പറഞ്ഞ് പരിഹരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ സ്മാരകത്തിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു പഠന ഗവേഷണ കേന്ദ്രമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാലും? അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ഇനിഷ്യലി ആരംഭിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ബന്ധപ്പെട്ട മേഖലകളെല്ലാം തന്നെ പരിസ്ഥിതി അടക്കമുള്ള കാര്യങ്ങൾ ഷോക്കേസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പഠന ഗവേഷണ കേന്ദ്രം ഉണ്ടായാൽ മാത്രമേ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല പുതിയ തലമുറയ്ക്ക് മനസ്സിലാകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കേന്ദ്രത്തിനായി നമ്മൾ ശ്രമിക്കുകയാണ്.